വീണ്ടും ഒരു ബാർക്കോഴ വിവാദത്തിന് തുടക്കമായപ്പോൾ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്ത് വരികയാണ് പ്രതിപക്ഷം. നോട്ടെണ്ണുന്ന യന്ത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ AKG സെന്ററിലാണോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. കേരളത്തിലേത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും BJPയും ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുമ്പിരി കൊണ്ട ബാർക്കോഴയ്ക്ക് സമാനമായ മറ്റൊരു ആരോപണത്തിന് തുടക്കമായപ്പോൾ പ്രതിപക്ഷം സർവ്വശക്തിയുമെടുത്ത് രംഗത്ത് വരികയാണ്. എക്സൈസ് മന്ത്രിയുടെ രാജിയാണ് കോൺഗ്രസും BJPയും കൂട്ടത്തോടെ ആവശ്യപ്പെടുന്നത്. എക്സൈസ് മന്ത്രിയും CPM-ഉം അറിയാതെ ബാറുകളിൽ പണപ്പിരിവ് നടക്കില്ല എന്നും മന്ത്രി MB രാജേഷ് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നോട്ടെണ്ണുന്ന യന്ത്രം ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അതോ AKG സെന്ററിലാണോ എന്നും VD സതീശന്റെ പരിഹാസം. അപ്പോൾ ബാർ ഉടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ഇതിൻ്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം, അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പം നോട്ടെണ്ണുന്ന യന്ത്രം എവിടെയാണ് വച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെന്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. 25 കോടി രൂപയുടെ ബാർക്കോഴയാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കാര്യങ്ങളെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ ആരോപിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും KM മാണിയുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടെന്നും KC വേണുഗോപാൽ. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബാർ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുള്ള സംശയമില്ല. ഇപ്പം മന്ത്രി തൽക്കാലം ഇതൊക്കെ പറഞ്ഞ് തടി തപ്പുന്നതിലൊന്നും കാര്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. സർക്കാരും ബാറുടമകളും തമ്മിൽ ഒത്തുകളിക്കുന്നുവെന്നും മദ്യനയം അടിമുടി തിരുത്തണമെന്നും VM സുധീരൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. അതേക്കുറിച്ച് കൃത്യമായ CBI അന്വേഷണം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാരണവശാലും ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും IT മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പാടില്ല. അതേസമയം ഡൽഹി മോഡൽ ബാർക്കോഴയാണ് നടക്കുന്നതെന്നും കേജ്രിവാളിന്റെ അവസ്ഥ വരും മുമ്പ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എക്സൈസ് മന്ത്രി രാജിവെച്ച അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.